എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഞാൻ ഷാവത്തക്കൻ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊന്നാനി നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ നിർത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തു. അവർക്കെല്ലാം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ വിരലിലെണ്ണാവുന്ന ചില ആളുകളുടെ ചോദ്യം, പാർട്ടിയാണ് തീരുമാനമെടുത്തത് സ്ഥാനാർത്ഥിയെ നിർത്തുന്ന വിഷയത്തിൽ, അപ്പോൾ പാർട്ടിക്കൊപ്പം സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന് പറയുന്നു. ഓക്കെ, ഈ കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഇത് തന്നെയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. പൊന്നാനി നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരും അനുഭാവികളും കുടുംബങ്ങളൊക്കെ ഒരു മാറ്റത്തിനു വേണ്ടി ഒരു പക്ഷേ ചിന്തിച്ചാലോ ആവശ്യപ്പെടുകയോ ചെയ്താൽ എന്തായിരിക്കണം പാർട്ടിയുടെ നിലപാട്? പാർട്ടി അത് മുഖവിലക്കെടുക്കണോ വേണ്ടയോ? എന്നാൽ ഈ ആവശ്യം ഉന്നയിക്കുവാൻ മാത്രമുള്ള അർഹത ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ അവിടെയാണ് ട്വിസ്റ്റ്. പൊന്നാനി നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം സഖാവ് ഉമ്പിച്ചുവാക്കു ശേഷം CPIM-നെ ശക്തി കേന്ദ്രമായി മാറ്റുന്നതിൽ ആരാണ് പങ്കുവഹിച്ചത് എന്ന് ചോദിച്ചാൽ ഒറ്റ പേര് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. പൊന്നാനി എവിടെ നിങ്ങൾ ചോദിച്ചാലും അവർക്ക് പറയാവുന്ന ഒരു പേരേ ഉള്ളൂ. അത് സഖാവ് TM സിദ്ദീഖാണ്. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ, പ്രതിബദ്ധതയുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ, വ്യക്തിപ്രഭാവമുള്ള പച്ചയായ കമ്മ്യൂണിസ്റ്റുകാരൻ. കഴിഞ്ഞ 40 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റി ആ മണ്ഡലത്തിലെ സർവ്വ വഴിയോരങ്ങളിലൂടെയും നടന്ന് യുവാക്കളെയും കുടുംബങ്ങളെയും കമ്മ്യൂണിസ്റ്റ് ആശയം പറഞ്ഞ് പഠിപ്പിക്കുകയും ഒരു പച്ചയായ കമ്മ്യൂണിസ്റ്റുകാരനായി പ്രവർത്തിക്കുകയും പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് സഖാവ് TM സിദ്ദീഖ്. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ അവരുടെ പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും കൂടെ നിന്ന് വിയർപ്പൊഴുക്കിയ ഒരു വ്യക്തി അദ്ദേഹത്തെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് മുഖവിലക്കെടുക്കാതെ ഞങ്ങളുടെ താൽപര്യപ്രകാരമുള്ള വ്യക്തിയെ കൊടുന്ന് അവിടെ നിർത്തും, നിങ്ങൾ വോട്ട് ചെയ്തോളണം, നിങ്ങൾ വിജയിപ്പിച്ചോളണം എന്ന് പാർട്ടി ആ മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുകയാണ്. ഇതെന്താ മതവിശ്വാസ കാര്യങ്ങൾ പോലെ, ആചാരാനുഷ്ഠാനങ്ങൾ പോലെ, വിശ്വാസികളോട് പറയുന്നത് പോലെ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കാൻ? ഇത് ജനാധിപത്യ രാജ്യമല്ലേ? വോട്ടവകാശമല്ലേ? ഞങ്ങളോടൊക്കെ വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോ ഞങ്ങളുടേതായ ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പൊന്നാനി മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആ പ്രദേശത്തുകാരനായി അവിടെ ജനിച്ചു വളർന്ന ഒരു പൊതുപ്രവർത്തകനായ പച്ചയായ കമ്മ്യൂണിസ്റ്റുകാരൻ നിയമസഭയിലേക്ക് പോകണമെന്ന് പൊന്നാനി മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ ആ ആഗ്രഹത്തിന് ഒത്താണ് നിൽക്കേണ്ടത്. മറിച്ച് നിങ്ങൾ ഇന്നലകളിൽ ചെയ്തതുപോലെ ഇഷ്ടമുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു, അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി പറയുന്നു. ഇതെന്ത് ജനാധിപത്യമാണ്? അതിനെതിരെ വിമർശനമോ പ്രതിഷേധമോ സംസാരമോ പാടില്ലെന്നാണോ പറയുന്നത്? എവിടുത്തതാണ്? എന്ത് നയമാണ്? എന്നോട് ചോദിക്കുന്ന ചില ആളുകൾ വന്നിട്ട് ഇതൊക്കെ പറയാൻ നീ ആരാണ്? നിങ്ങളൊക്കെ ആരാളാ പോയി എന്നോട് അത് ചോദിക്കാൻ? എനിക്കത് വിമർശിക്കുവാനും ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. ഞാൻ ആ പൊന്നാനി മണ്ഡലത്തിലെ വോട്ടവകാശമുള്ള ഒരു പൗരനാണ്. ആ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. പാർട്ടി എടുത്ത തീരുമാനമാണല്ലോ. എടോ കൂട്ടരെ, ഞാൻ ചോദിക്കുന്നത്, ഈ പാർട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് പറയുന്നുണ്ടല്ലോ. ഞാൻ വീണ്ടും എന്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എന്റെ വിഷയം കണ്ടന്റ് തന്നെയായിരുന്നു. ഈ പാർട്ടി എന്ന് പറയുന്നത് ആ ഒരു സിദ്ധാന്തം ഉണ്ടല്ലോ. പാർട്ടിയുടെ നേതാക്കൾ ഈ പാർട്ടി പിറവിയെടുത്ത കമ്മ്യൂണിസ്റ്റ് ആശയം പിറവിയെടുത്തത് മുതൽക്ക് സഖാവ് ഉമ്പിച്ചുവാക്ക് ശേഷം ആ പാർട്ടി എങ്ങനെ നിലനിൽക്കണമല്ലോ. എന്റെ കുട്ടിക്കാലത്തൊക്കെ നിങ്ങൾക്ക് കേൾക്കണോ, പൊന്നാനി മണ്ഡലത്തിലെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ, എന്റെ പ്രദേശം എന്ന് പറയുന്നത് വെളിയങ്കോട് തീരദേശ മേഖലയാണ്. അതിന്റെ കിഴക്ക് ഭാഗവും മാറഞ്ചേരിയും എരമംഗലവും പെരുമ്പടപ്പും അടങ്ങുന്ന പ്രദേശങ്ങളിലൊക്കെ ഞാൻ കണ്ടിരുന്നത് CPI ആയിരുന്നു, അരിവാൾ നെൽക്കതിര്. ആ പോസ്റ്റും അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ നമ്മുടെ കണ്ണിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത് കാണുന്നില്ല. അതുപോലെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ശക്തമായിരുന്നു എല്ലായിടങ്ങളിലും. ഇന്ന് കോൺഗ്രസ് പാർട്ടി അത്ര ശക്തമാണോ ഇല്ല എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. എന്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അവരൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലെയുള്ള മറ്റേതൊക്കെ പാർട്ടിയിലേക്ക് അവർ പോയിക്കണു. കോൺഗ്രസ് പാർട്ടി ശക്തമല്ല. എന്നാൽ CPI-യുടെ വെളിയങ്കോട്, അതുപോലെ പൊന്നാനി, മറ്റ് പരിസര പ്രദേശങ്ങളിലുള്ള CPI-യുടെ പ്രാദേശിക നേതാക്കളൊക്കെ CPIM-ആയി മാറുന്നതിലേക്ക് പ്രവർത്തിച്ചവൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ പേരേ പറയാനുള്ളൂ, അത് സഖാവ് TM സിദ്ദീഖാണ്. അങ്ങനെ പ്രവർത്തന രംഗത്തും മറ്റെല്ലാ കാര്യങ്ങളിലും വ്യക്തിപ്രഭാവത്തിലും ഒക്കെ മനുഷ്യരുടെ ഇടയിൽ വലിയ സ്വാധീനവും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയെ നിയമസഭയിലേക്ക് അയക്കണമെന്ന്
പ്രദേശവാസികളായിട്ടുള്ള ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് മുഖവിലക്കെടുക്കാതെ അതൊക്കെ പറയാൻ നിങ്ങളാര്, ഞങ്ങൾ നിർത്തുന്നവരെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നുള്ള മാടമ്പി സ്വഭാവം അതവിടെ കയ്യിൽ വെച്ചാൽ മതി എന്ന ഇപ്രാവശ്യം പൊന്നാനിയിലെ ഇടതുപക്ഷ അനുഭാവികളും പ്രവർത്തകരുമായ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും പ്രഖ്യാപനം. അത് പറയുമ്പോഴത്തേക്കും കുരുപൊട്ടിയിട്ട് കാര്യമില്ല. അത് പറയാൻ നീ ആര് എന്ന് ചോദിക്കുമ്പോ അത് ചോദിക്കാൻ നിങ്ങൾ ആര് എന്ന് തന്നെ നമുക്കും തിരിച്ചു ചോദിക്കാനുള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല. എനിക്ക് ചിരി വരികയാണ്. എന്നോടൊക്കെ വന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ ആരാതൊക്കെ പറയാനെന്ന്. നിങ്ങൾ ആഭ്യന്തര കാര്യത്തിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ കമ്മിറ്റി എടുക്കുന്ന തീരുമാനമോ മറ്റുള്ളതിലോ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് വോട്ടവകാശമുണ്ട് എങ്കിൽ, ഞങ്ങളോട് വോട്ട് ചെയ്യാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ ഞങ്ങൾക്കുണ്ട് ചില താല്പര്യങ്ങളെ. ആ പ്രദേശത്തുകാരനായ ഒരു വ്യക്തി നിയമസഭയിലേക്ക് പോകണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്. ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെയും മനസ്സിലെ ഒരു ആഗ്രഹമാണ് ആ പ്രദേശത്ത് നിന്ന് ഒരു വ്യക്തി നിയമസഭയിലേക്ക് എത്തുക എന്നുള്ളത്. ആ ആവശ്യം, ആ പ്രതീക്ഷയും അല്ലെങ്കിൽ ആ ഉദ്ദേശവും അവരുടെ ആഗ്രഹം ഒന്നും തെറ്റാണോ? അപ്പൊ നിങ്ങളെ അടിച്ചിറക്കി കൊണ്ടുവരുന്ന, മേലോട്ട് നാരോ കൊണ്ടുവരുന്ന ഒരു വ്യക്തി അത് അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് പറയാൻ നിങ്ങൾക്ക് കുറച്ചെങ്കിലും അല്ലെ ഇച്ചിരി മാന്യത പുലർത്തണ്ടേ ആ പ്രദേശത്തുകാരോട്? വർഷങ്ങളായിട്ട് ആ പ്രദേശത്തുള്ള ആളുകൾ ഇതന്നെയല്ലേ ചെയ്യുന്നത്? മറിച്ചെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ തന്നെയല്ലേ ഇതുവരെ വിജയിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് മറിച്ച് ആ പ്രദേശത്തുകാർ ഒരാഗ്രഹം ഉന്നയിച്ചപ്പോ അത് നിരുത്സാഹപ്പെടുത്തുക, അവരെ ചോദ്യം ചെയ്യുക, ഒരു സഖാക്കളല്ല എന്ന് പറയുക, അനുഭാവിയല്ല എന്ന് പറയുക, ഇതിൽ പരം പരാജയം നിങ്ങൾക്ക് വേറെന്താ ഉള്ളത്? അതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ എടുത്ത തീരുമാനം, അതിനോടൊപ്പം നിന്ന പൊന്നാനി മണ്ഡലക്കാർ ഇപ്രാവശ്യം കൂടെ നിൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് പാർട്ടി നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. അത് ജനാധിപത്യ ബോധത്തോടുകൂടി, സഹകരണ ബോധത്തോടുകൂടി പ്രദേശവാസികളുടെയും അനുഭാവികളുടെയും പാർട്ടി പ്രവർത്തകരുടെയും ആവശ്യങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം. അടിച്ചേൽപ്പിക്കലും അത്തരത്തിലുള്ള പ്രവണതയൊക്കെ അത് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അധിനിവേശ ശക്തികൾ നടത്തുന്ന ഒരു രീതിയാണത്. അതിനെ നമ്മളാരും പിന്തുടരരുത്. രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ.